ഹലോ, എന്താ കൃഷ്ണ? അതിർത്തി പ്രശ്നോ? ഏത് വാർഡില്? 6-ാം വാർഡിലോ? അതാ ഞാൻ പറ്റി. ഞാൻ വരാം. അതിർത്തി പ്രശ്നോ 6-ാം വാർഡില്? ഞാൻ വന്ന് പണി നടക്കട്ടെ കേട്ടോ. ISR കിട്ടാല്ല. ഒന്നുമില്ല വെറുതെ അപ്പൊ ബെല്ല് വരില്ലേ? അങ്ങനെയാണെങ്കിൽ വെറുത്തെടുത്തിട്ട് പോയേക്കാ. ISR. അയ്യോ, എന്ത് ചെയ്തിട്ടാണ് നീ കിടന്ന് കൂർക്കം വലിക്കണം? അത് പാവം ഇറങ്ങിക്കോട്ടെ. എന്റെ പോലെ ഒന്നല്ല, ആ മുകളിലത്തെ മാറാല മുഴുവൻ തട്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അല്ല സാറേ, ഓഫീസ് ജോലിക്ക് പറഞ്ഞേ, സാറ് പറഞ്ഞ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ചെലവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെലവ്? എന്താ ഇത് പോരെ? 3 കിലോ വളമായതാ, ഇനിയിപ്പോ 3 വകയുള്ളൂ. ഇന്നിപ്പോ ഓഫീസ് ടൈം ആയതുകൊണ്ട് ഈ സമയത്ത് ചായ കിട്ടിയ കുഴപ്പമില്ല. ഇന്നും 7 മണി വരെ നിക്കണമെങ്കിൽ ഈ ചായയിൽ നിൽക്കില്ല കേട്ടോ, അല്ലേ? ഓ, മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ചായക്ക് വേറെ കാപ്പിയാക്കാം, അതല്ലേ? ഇത് പഞ്ചായത്ത് ഓഫീസാണോ അതോ ആവാസ കേന്ദ്രമാണോ? അല്ല, എന്താ തന്റെ ഉദ്ദേശം? താൻ പഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന് കരുതി കണ്ട ആവാസന്മാരെ വിളിച്ചുകൂടെ കണ്ണൂടി നടത്താ? അയ്യോ സാറേ, ആരും ആവാസന്മാരല്ല, നമ്മുടെ ജീവനക്കാരാണ്. വെറുതെ ആവാസ എന്ന് പറഞ്ഞത് ഓഫീസുകാർ DDP ആണ്. DDP. അതെ, എന്ത് തോന്നിയ ദിവസം ഇവിടെ നടക്കണം? എവിടെ കുപ്പി എവിടെ ഒളിപ്പിച്ച്? അയ്യോ അല്ല സാറേ, ഇത് നമ്മുടെ ISO. നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരാ? അല്ല, സൂപ്രണ്ട്. ഇപ്പൊ സമയത്രായി? സമയം 3:45. ഓഫീസ് ടൈമിലാണോ ഇതൊക്കെ കാണിച്ചു വിട്ടണേ? ഓഫീസ് ടൈം എന്ത് സാറേ, ഞങ്ങള് രാവിലോട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ രാവിലെ മുതൽ ഓഫീസ് പ്രവർത്തനം ഇല്ല? അല്ല, ഇന്നിപ്പോ 5 മണിക്ക് ശേഷം ആരോ ഒരാൾ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴേ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പൊതുജനങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണം. പൊതുജനങ്ങൾ ആരും ബുദ്ധിമുട്ടിയിട്ടില്ല. അല്ലെ, അതൊക്കെ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറമെ ഇതൊക്കെ ഇതാക്കിയപ്പോ ഒരു ഭയങ്കര ക്ഷീണം. അപ്പൊ വിശപ്പ് വന്നപ്പോ ഇങ്ങനെ പഴം മേടിച്ച് വെറുതെ, അല്ലെ? എന്താണ് ഇത്? അതൊക്കെ എന്താ ഇത്? അല്ല, അത് ഞങ്ങളുടെ ഡ്രസ്സാണ് സാർ. ഞങ്ങൾ ഈ ഇത് ചെയ്യുമ്പോ അയാളാരത്? അത് ഉണ്ണി. ഞാനിത് മേളിൽ റിപ്പോർട്ട് ചെയ്താണ്ടല്ലോ. അയ്യോ സാറേ, അപ്പൊ ISOന്റെ ഭാഗമായിട്ട് ISOന്റെ ഭാഗം എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? ഇവിടെ വരുന്ന പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടോ? ചെയ്തു കൊടുക്കുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല സാറേ, എല്ലാ ആളുകളുടെയും ആവശ്യം കൃത്യമായിട്ട് നമ്മൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷം നമ്മൾ അവരുടെ സർവേ ഇതിൽ നമ്മളിവിടെ സൈൻ ചെയ്ത് മേടിക്കുന്നുണ്ട്. സർവണി പരിശോധിച്ച് നോക്കാം. അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ട് ശരി. ആയിക്കോട്ടെ, സന്തോഷം. ആ വരവും വിറപ്പിക്കലൊക്കെ കണ്ടപ്പോ ഞാനാകെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിട്ടേ വന്ന് നോക്കി. ബോധ്യപ്പെട്ടു, ആൾക്ക് സംഭവം ബോധ്യപ്പെട്ടു. ഒരു നേന്ത്രപ്പഴം കൊടുക്കായിരുന്നു. ആരാന്ന്? അതെ, വഴിതെറ്റി വന്നതാണ്. DDP എന്ന് പറയും. DGP പഞ്ചായത്തില് പുതിയ നിയമമായിരിക്കുമല്ലേ? നല്ല മനുഷ്യൻ. ബാക്കി നോക്കാം. ഇപ്പൊ വെറുതെ നിന്നിട്ട് കാര്യമില്ല. ഇവരെ നിങ്ങൾക്ക് അറിയോ? ഇവര് പിന്നെ ദിവസം വന്ന് ദിവസവും വന്ന് കയറുന്ന ആള് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നില്ല. എല്ലാ ദിവസവും ഞാൻ ഇവിടെ കേറി ഇറങ്ങുമായിരുന്നു സാറേ. അല്ല, ഞാൻ ഇന്ന് വരാൻ പറഞ്ഞല്ലേ? ഇന്ന് സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞാണല്ലോ. എന്താ വരാഞ്ഞേ? എന്തിനാണ് സാറേ മുഖത്തൂക്കി കള്ളം പറയണത്? ഞാൻ എന്റെ അവസ്ഥ ഇവരുടെ അടുത്ത് എത്ര തവണ പറഞ്ഞാന്നറിയാമോ? അയ്യോ, അല്ല, അത് ഇന്ന് തരാം. എടോ സതീശീല, ISOയുടെ മീറ്റിംഗിന് വന്നപ്പോ തന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നമുക്ക് എങ്ങനെയെങ്കിലും ISO നേടിയെടുക്കണമെന്ന്. അല്ലാണ്ട് വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വേറെ ISO അംഗീകാരം നേടാനുള്ള നീക്കുപോക്ക് നടത്തുന്നതിന്റെ ഇടയിൽ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന്. എന്റെ സാറേ, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിന് ISO കിട്ടിയിട്ടില്ലെങ്കിൽ അത് അന്തസ്സിനെ ബാധിക്കില്ലേ? എടോ, ഉദ്യോഗസ്ഥരുടെ അന്തസ്സാണോ അത് പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് തനിക്ക് വലുത്? സാറെ, പൊതുജനങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് നമുക്ക് നോക്കണ്ട. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിന് ISO കിട്ടിയില്ലെങ്കിൽ അത് സാറിന്റെ അന്തസ്സിനെ ബാധിക്കും. അപ്പൊ സാറ് എന്നെ വഴക്ക് പറയും. അത് എന്റെ അന്തസ്സിനെ ബാധിക്കും.
ഞാൻ എന്താ സൂപ്രണ്ടിനെ വഴക്ക് പറയും, അത് സൂപ്രണ്ടിന്റെ അന്തസ്സിനെ ബാധിക്കും. സൂപ്രണ്ട് അന്തമൊന്നുമില്ലാതെ ഇവരെ വഴക്ക് പറയും, അപ്പൊ അതൊക്കെ ഇവരുടെ അന്തസ്സിനെ ബാധിക്കും. സാറിന്റെ മേലുദ്യോഗസ്ഥൻ സാറിനെ വഴക്ക് പറയും, അത് സാറിന്റെ അന്തസ്സിനെ ബാധിക്കും. നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അന്തസ്സൊക്കെ ഇല്ലേ സാറേ? പിന്നെ പൊതുജനത്തിന്റെ ബുദ്ധിമുട്ട്, പൊതുജനത്തിന് ആര് ബുദ്ധിമുട്ടിച്ചെന്നാ സാറേ പറയണത്? ഇവരിവിടെ ഓഫീസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. ഈ ഓഫീസിലുള്ള ആളുകളെല്ലാം വളരെ സത്യസന്ധരും മിടുക്കരുമാണ്, സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടന്നു കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെ എഴുതി തന്നിട്ടുള്ള എവിടെ നമ്മുടെ പൗര സർവേ അതെടുക്കും. നിങ്ങളുടെ ഒപ്പല്ലേ ഇത് അല്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ പാടുണ്ടോ പെങ്ങളെ?